ഹലോ എഴുതാപ്പുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് സന്ദീപ് കൃഷ്ണകുമാർ ലേഖ ആൻഡ് നമ്മുടെ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അനൂപ് അശോകൻ. ഇപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിബ്യൂട്ട് എപ്പിസോഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം കോളൻ ക്യാൻസർ ബാധിച്ച് മരണമടഞ്ഞ കിയോ ഹിഗാഷിനോയുടെ വർക്കുകളെക്കുറിച്ചും പുള്ളിയെക്കുറിച്ചും ഉള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് കിക്ക് ഓഫ് ചെയ്യാം. എന്ത് പറയുന്നു? ഞാൻ പുള്ളിയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് ദൃശ്യം ഇറങ്ങിയപ്പോഴാണ്. ബേസിക്കലി ദൃശ്യം പുള്ളിയുടെ ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സിൻ്റെ റിപ്പ് ഓഫ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പോയി നോക്കുന്നത്. പക്ഷേ ലൈബ്രറിയിൽ എന്ന് പോയി നോക്കിയാലും ഈ സാധനം ചെക്ക്ഡ് ഔട്ടാണ്. എപ്പോൾ തപ്പിയാലും കിട്ടൂല. അങ്ങനെ കുറേ നാൾ തപ്പി അവസാനം അയാളുടെ ഹിഗാഷിനോ എന്ന് പറയുന്ന ആ ഷെൽഫിൽ ഒരു ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സിന് പകരം കിട്ടിയത് സാൽവേഷൻ ഓഫ് എ സെയിൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡിവോഷൻ ഓഫ് എ സസ്പെക്ട് എക്സും കിട്ടിയത്. അപ്പോൾ ഐ തിങ്ക് പുള്ളിയുടെ പുള്ളിയുടെ നോവൽസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇൻഗ്രെയിൻഡ് വിത്ത് ജാപ്പനീസ് കൾച്ചറാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ആ ജാപ്പനീസ് കൾച്ചർ മനസ്സിലാവുക, ഒരു വളരെ യാഥാസ്ഥിതികമായ സൊസൈറ്റിയാണെന്ന് മനസ്സിലാവും. അത്ര ഭയങ്കര മോഡേൺ സൊസൈറ്റി ഒന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം ജപ്പാൻ ഭയങ്കര യാന്ത്രികമാണെന്നും ജപ്പാനിലുള്ളവരെല്ലാവരും ഭയങ്കര എന്താണ് പറയണേ, മെഷീനുകളെ പോലെ കാലത്തെണീച്ച് ഓഫീസിൽ പോയി വൈകുന്നേരം ലേറ്റായി വരുന്നവർ ആണ് എന്നൊക്കെയുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ. ആ സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യാൻ ശരിക്കും പുള്ളിയുടെ നോവൽസിന് സാധിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ പുള്ളിയുടെ ജനറൽ ഇൻ്റലിജൻസും പുള്ളിയുടെ എന്താ പറയണേ, ആ കഥകൾ കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇൻ ജനറൽ ദാറ്റ് ഈസ് വാട്ട് അട്രാക്റ്റഡ് ടു മീ ടു ഹിസ് സ്റ്റൈൽ എന്ന് വേണേൽ പറയാം. എന്താണ് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും അഭിപ്രായം പുള്ളിയുടെ സ്റ്റൈലിനെ കുറിച്ച്? ഞാൻ അധികം ബുക്ക് വായിച്ചിട്ടില്ല പുള്ളിയുടെ ബുക്ക്. പക്ഷെ പുള്ളിയുടെ ബുക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ അധികവും കൊറിയൻ ജാപ്പനീസ് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സിനിമ ഏതാന്ന് ഓർക്കുന്നില്ല, കാരണം ഇദ്ദേഹത്തിന്റെ പടം ചൈനീസിലും ജാപ്പനീസിലും കൊറിയനിലും ഒക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. സസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് ജാപ്പനീസ് ആണെന്ന് വിചാരിക്കുന്നു. ഹിന്ദിയിലുണ്ട്. ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നത് ഒഫീഷ്യൽ റീമേക്ക് ആണ്. നമുക്ക് പരിചിതമായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ദൃശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു മൂവിയാണ്. അതിന്റെ റീമേക്സും ഭയങ്കര പോപ്പുലർ ആണ്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ ഡിസ്ക്ലൈമർ കൊടുക്കണം. ദൃശ്യം 2, 3, 4, 5 ഹിഗാഷിനുവുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു സീക്വൽ ഉണ്ടാകാനുള്ള അവസരം കൊടുത്തിട്ടുമില്ല കഥയുടെ അവസാനം വെച്ചിട്ട്. അതെ, ഇതിപ്പോ നോക്കാം, സിനിമ ദൃശ്യവും പിന്നെ മറ്റേ ഒറിജിനലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പം ദർ ഈസ് സിമിലാരിറ്റി, ബട്ട് ഇറ്റ്സ് നോട്ട് എൻ എക്സാക്ട് കോപ്പി. കാരണം എന്റെ ഒറിജിനലുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൊറാലിറ്റിക്ക് ചിലപ്പം പറ്റുന്നൊരു പ്ലോട്ട് അല്ല. സോ ഇറ്റ് ഗെറ്റ്സ് റിയലി ഇന്റൻസ് ആൻഡ് ക്രൂവൽ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇറ്റ്സ് ദ എക്സ്റ്റെന്റ് ഓഫ് സംബഡീസ് ലവ്, ഡിവോഷൻ. So how far are you willing to go protect the people you love? And it's not even for the primary motive എന്ന് വേണമെങ്കിൽ പറയാം, but to make sure that the person who he loves, stays safe or stays without fear or guilt forever. അങ്ങനെ വേണമെങ്കിൽ പറയാം. So that's what happens. കൂടുതൽ സ്പോയിലർ ഫ്രീ ഒരു റിവ്യൂ ആയിട്ടാണ് പറയുന്നത്. സോ ആ പടം കണ്ടു കഴിഞ്ഞപ്പോ ഇറ്റ് ബ്ലൂ മൈ മൈൻഡ്. ചാരി ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന പടം പിന്നെ സീറ്റിന്റെ അറ്റത്ത് വന്നിരുന്ന് ആണ്. അദ്ദേഹത്തിന്റെ ഒരു നോവലിനെ ബേസ് കണ്ടു, സെയിം ഓഥറിന്റെ ആണെന്ന് തോന്നുന്നു, വൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മൂവി ഇതേപോലെ കണ്ടു. അഗെയിൻ it also deals with these themes: loyalty, devotion, ഏതറ്റം വരെ പോകാനും. And when they do that,
these are characters who are deeply wronged in the society. So in a way, നമുക്ക് ബാക്കി ഇന്നസെൻസ് കൊളാറ്ററൽ ഡാമേജ് ആവും. That is one other thing I have noticed. And ഈയിടെ ബാലൻസ് സിനിമ ഇറങ്ങിയല്ലോ, അപ്പൊ അത് കണ്ടപ്പോഴും ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഇതാണ്. ബിക്കോസ് അത് കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് സോ സ്റ്റോപ്പ് ഇറ്റ് there. So ഇത് ജേർണി അണ്ടർ ദ മിഡ് നൈറ്റ്സ് ആണോ? ഐ മീൻ അതെ, വൈറ്റ് നൈറ്റിന്റെ ഇത് ജേർണി അണ്ടർ ദ മിഡ് നൈറ്റ്സ് ജേർണി എന്നാണ്. ആൻഡ് ദ മിഡ് നൈറ്റ് സൺ ആണ്. So I think it was രണ്ട് ഡിഫറെന്റ് കൊലപാതകങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു അന്വേഷണമാണ്. And detective could not find, but he will find out the truth years later. അത് തമ്മിലുള്ള കണക്ഷൻ, what happened. Anyway, anyone else? അത് ഞാൻ വായിച്ചിട്ടില്ല. കിഗാ ഹിഗാഷിനോ എനിക്ക് തോന്നുന്നു ദൃശ്യമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ബിബ്ലിയോളിക്സ് അനോണിമസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ദിസ് വാസ് ഹെവിലി ഡിസ്കസ്ഡ് ആസ് എൻ ഓഥർ. എല്ലാവരും ഡിവോഷണൽ സസ്പെക്ടിങ്സ് സച്ച് എ ഗുഡ് ബുക്ക്, സച്ച് എ ഗുഡ് ബുക്ക്. അപ്പം എനിക്ക് പൊതുവേ ഇത് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ബുക്സ് നമ്മളെ നല്ലോണം ഡിസപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് അത് വായിച്ചില്ല. കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സാൽവേഷൻ ഓഫ് ദ സെയിൻറ്റ് സാൻഡി വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ആക്ച്വലി നല്ല ഓഥറാണ്. നമ്മൾ 2 ബുക്സിനെ കുറിച്ച് നല്ല റിവ്യൂ വന്നിട്ടുണ്ട് ഒരു ഓഥർ, എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഡിവോഷണൽ സസ്പെക്ടിക്സ് വായിക്കുന്നത്. ആൻഡ് ബ്ലൂ മൈ മൈൻഡ്. ഞാൻ ഈ പറയുന്നമാരെ വെൻ ദ ഓഥർ ഇസ് സ്മാർട്ടർ ദാൻ ദ ആവറേജ് റീഡർ ദ ബുക്ക് ഷൈൻസ്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ബുക്ക്, ഈ ത്രില്ലർ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇങ്ങോരുടെ എല്ലാ കഥകളുടെയും ബേസിൽ വരുന്നത് അഗൈൻ അവരുടെ ജാപ്പനീസ് കൾച്ചറുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ബുക്കാണ്. അവർ വാല്യൂ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, ലോയൽറ്റി, ഫാമിലി, ഇത് ആ കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ. അപ്പം ഒരു ക്രൈം നടക്കുമ്പം നമ്മൾ ആ ക്രൈമിൻ്റെ ഒരു മോറൽ സൈഡിൽ നമ്മളെ കൊണ്ട് നിർത്തണം. ആസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇതിലെ എല്ലാ ക്രൈമിലും, ഇപ്പം സാൽവേഷൻ ഓഫ് ദ സെയിൻറ്റ് ആയാലും ഡിവോഷണൽ സസ്പെക്ടിക്സ് ആയാലും, ഓൾദോ യു വോണ്ട് ടു ഫൈൻഡ് ദ മർഡറർ, വെൻ യു ഫൈൻഡ് ഔട്ട് ദ മോട്ടീവ് ഓഫ് ദ മർഡർ യു ആർ സഡൻലി ഇൻ എ ഡൈലമ. നമ്മൾ ആക്ച്വലി അയാളുടെ കൂടെ നിൽക്കേണ്ടതാണ്. ഇത് മർഡർ വിക്ടിമിനോട് നമുക്ക് വലിയ സിമ്പതി ഒന്നും തോന്നാത്ത മർഡർ വിക്ടിംസ് ആണ് പൊതുവെ പുള്ളിയുടെ ബുക്സിലെന്ന് എനിക്ക് തോന്നി. ഇവൻ ഡിവോഷണൽ സസ്പെക്ട്സിലെ ഹസ്ബൻഡ് അവൻ ചാവേണ്ടതായിരുന്നു, കാരണം അയാളെ കൊണ്ട് ആ ഭാര്യയ്ക്ക് ഒരു ഉപകാരമില്ല, കൊച്ചിനൊരു ഉപകാരമില്ല. എടുത്തിട്ട് വരുന്നത് തന്നെ എടുത്തിട്ട് അടിക്കാനായിട്ടാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവ്? പറയാൻ പറ്റില്ല. ഈവൻ സാൽവേഷൻ ഓഫ് ദ സെയിൻറ്റ്സിലും മോട്ടീവ് നമ്മൾ അവസാനമാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും യു ലൈക്ക് this was a really long wait. You know what you did? അതൊരു did he deserve to die? I don't think anybody deserves to die അങ്ങനെ for the crimes. നമ്മളല്ല ഡിസൈഡ് ചെയ്യേണ്ടത്, ലോ ഉണ്ട്. പക്ഷെ എന്നാലും യുനോ സം ഓഫ് ദീസ് മർഡേഴ്സ് വെരി സാറ്റിസ്ഫൈങ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓസ്ട്രേലിയൻ പോലീസ് ശ്രദ്ധിക്കുക. ഈ ഗലീലിയോ സീരീസ് മാറ്റി ഒരു ഡിറ്റക്റ്റീവ് കാഗ സീരീസ് ഉണ്ട്. അതും വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ ഐ തിങ്ക് ഡിവോഷണൽ സസ്പെക്ടിക്സ് ഡിറ്റക്റ്റീവ് കാഗയാണോ ഗലീലിയോ ആണോ? ഗലീലിയോ. അഗൈൻ അതും ഒരു വളരെ എന്റർടൈനിങ് സീരീസ് ആണ്. ഇതുപോലെ തന്നെ വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള മേർഡേഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഭയങ്കര ഇമ്മേഴ്സീവ് ആണ്. നമ്മൾ ആ എന്താ ടോക്കിയോയിലെ തിരക്കും തണുപ്പും ഒക്കെ അങ്ങ് നമ്മൾ അനുഭവിപ്പിക്കും പുള്ളിയുടെ റൈറ്റിംഗ് ആക്ച്വലി. അത് വെരി ട്രൂ. നമുക്ക് അവരുടെ പ്രിഫെക്ചേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അഗൈൻ യു റീഡ് എ ബുക്ക് ഫ്രം എ ഫോറിൻ ഓത്തർ, ദാറ്റ് ഇസ് വാട്ട് യു വോണ്ട് ടു ഇമേഴ്സ് ഇൻ ദെയർ കൾച്ചർ. അല്ലാണ്ട് ഒരു ജനറിക് ബുക്കും ഒരു urban സെറ്റിങ്ങും എഴുതിയാൽ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. പക്ഷേ വാട്ട് മേക്സ് എ good book, a great book, is when you're able to transport റീഡറിനെ ടു ദാറ്റ് പ്ലേസ്. ഞാൻ ജപ്പാനിൽ ഒരിക്കലും പോയിട്ടില്ല, പക്ഷേ എനിക്കിപ്പോൾ ജപ്പാൻ കണ്ട പോലെയാണ് പുള്ളിയുടെ ബുക്കൊക്കെ വായിച്ചു കഴിയുമ്പോൾ. ജപ്പാനിൽ ഇനി പോകാനും പാടാണ്, ഈ ടൂറിസ്റ്റുകളുടെ ശല്യം കാരണം അവന്മാർ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്യാണ്. ഇയർ വലുതായിരുന്നു, മറ്റേ ഇത് വലുതായോ, ചെറി ബ്ലോസം സീസൺ അത് കഴിഞ്ഞല്ലോ, മാർച്ചിലല്ലേ?
അത് കഴിഞ്ഞു. മാർച്ച് ഇനിയിപ്പോ ഏപ്രിൽ അടുത്ത മാർച്ച് വരെ കുറച്ച് സമാധാനം അതല്ല ഉണ്ട്. ഇൻ ജനറൽ ജപ്പാനില് ടൂറിസ്റ്റ് ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നവരുടെ ഷ്രൈൻസിനെയൊക്കെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് ടൂറിസത്തിനെ കട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നമ്മുടെ മാതിരി ആൻസിസ്റ്റർ വർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവരുടെ കൾച്ചറിലും ആൻസിസ്റ്റർ വർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് അവരുടെ. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഈ കുറുക്കന്റെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, ഈ മഴയും വെയിലും, സെയിം ലെജൻഡ് അവിടെയുണ്ട്. ആ. ഓ, അങ്ങനെ കുറെ പണ്ടെങ്ങോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് സ്പ്രെഡ് ആയതാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്പ്രെഡ് ആയതാണ്. മറ്റേ ഫെസ്റ്റിവൽ ഓഫ് ഗോസ് എന്നെന്തോ പറഞ്ഞിട്ട് അവർക്കൊരു പരിപാടി ഉണ്ട്. ഹാലോവീൻ മാരെയല്ല, പക്ഷെ നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ പൂജ എന്നുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നു എന്നുള്ള മാരത്തെ ഒരു കോൺസെപ്റ്റ് അവർക്കും ഉണ്ട്. അവർക്ക് ആ ഒരു ആൻസിസ്റ്റേഴ്സിന് ആ സമയത്ത് അവർ പൂജ ചെയ്യുന്നതും അതുണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ അഗൈൻ ഡയഗ്രസ് ചെയ്യാണ്, പക്ഷെ അവരുടെ ഗോസ് ഒക്കെ ഭയങ്കര വെഞ്ച്ഫുൾ ഗോസ് ആണ്. നല്ല രസമാണ് അവരുടെ ഗോസ് സ്റ്റോറീസ് ഒക്കെ. അതൊക്കെ വെറുതെ വന്ന് ഓൺട്രി പേടിപ്പിച്ച് സൈഡിൽ കൂടെ അതെ ഓൺട്രിയോ അതൊക്കെ ആണ് ഓൺട്രിയൂസ്. അമ്മയുടെ മാങ്ക പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും അങ്ങനത്തെ നമ്മുടെ ഹൊറർ സാധനങ്ങൾ. ഗ്രഡ്ജ് കണ്ടാൽ മതിയല്ലോ. ഗ്രഡ്ജും Grudge മറ്റേ ഉണ്ടാവും. റിങ്കു ഒക്കെ റിംഗ് ഇല്ലേ, റിംഗ്. റിങ് ഒരു വെറും ചില്ലറ കോസ്റ്റ് ഒന്നുമല്ല. അതെ, നോ പാട്ട് പാടി പേടിപ്പിച്ച് എന്റർടൈനിങ് ഒന്നും ഇല്ല. അല്ല, ഒരു കാര്യമില്ലാതെ ഞാനത് വിക്ടിമിന്റെ ഫാമിലി എല്ലാരെയും ഉപദ്രവിക്കും. അങ്ങനത്തെ ഭേദം. അതാ ഒരു ഇതില്ല. നമ്മൾ വിചാരിക്കില്ലേ ചില ഗോസ്റ്റിൽ അവർക്ക് എന്തോ നേടാനുണ്ട്. ഇതൊന്നും നേടാനായിട്ടല്ല, ഞാൻ ഇത്തിരി പെശകാണ്, ഞാൻ എല്ലാവരും ഉപദ്രവിക്കും എൻ്റെ അടിയിൽ തന്നു, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അതൊരു സൊല്യൂഷൻ ഒന്നുമില്ല. എനിക്ക് സൊല്യൂഷൻ വേണ്ട, ഞാൻ പെശക, കഴിഞ്ഞു. ഗോസ്റ്റിന് മോട്ടീവ് ഒന്നുമില്ല, ആരെ കിട്ടിയാലും ഉപദ്രവിക്കും. ഞാൻ ഈവിളാണ്, സൈഡിൽ കൂടെ ഞാൻ പോയാൽ വില്ലൻ. മതി. തറ വേലകൾ പ്രതീക്ഷിക്കണം എന്നുള്ള മട്ടിലാണ്. ശരിക്കും ഈ ഇതൊക്കെ പഴയ ജാപ്പനീസ് കുറെ വിച്ച് മേക്സ് ഇറ്റ് മോർ സ്കേറി. നോ, യു ഡോണ്ട് ഹാവ് എ സൊല്യൂഷൻ. ആദ്യം നമുക്ക് മന്ത്രവാദിയോ കാട്ടുപാടത്തിന് ആരെങ്കിലും വിളിച്ച് നമുക്ക് 4 പൂജ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യിക്കാന്ന് വെക്കാം. ഇത് അതിലൊന്നും വീഴില്ല. ഗ്രഡ്ജൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത്, ദൈവം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും. കാരണം വിക്ടിമായിട്ട് ഒരു ബന്ധമില്ലാത്ത അത് ആ ഗോസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഒരു സഹോദരിയായിരിക്കും. ആ സഹോദരിയെ വല്ലപ്പോഴും ഫോണിൽ മാത്രം വിളിച്ചിട്ടുള്ള ഒരു സഹോദരനായിരിക്കും. അദ്ദേഹത്തിനായിരിക്കും അടുത്ത വ്യക്തി പണി കിട്ടുന്നത് അടുത്ത വിക്ടിം. ഗ്രഡ്ജ് അങ്ങനല്ലേ? ആ ഗ്രഡ്ജാണോ സീരീസ് റിങ് ഗഡ്ജ അങ്ങനെയായിരുന്നല്ലോ, വീഡിയോ കാണുന്നതും. വീഡിയോ ആണ്? വീഡിയോ കാണുന്നവരുടെയാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ജുവോൺ എന്ന് പറഞ്ഞാൽ ഗ്രഡ്ജ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ജാപ്പനീസ് വേർഷൻ കുറച്ചുകൂടി നമുക്ക് അത്രയും മീൻസ് വയലന്റ് അല്ല ജാപ്പനീസ് വേർഷൻ ജുവോണിൻ്റെ. പക്ഷേ അത് ഇംഗ്ലീഷ് മറ്റേ ഹോളിവുഡിലേക്ക് വന്നപ്പോൾ ആ സീരീസ് വന്നപ്പോൾ അത് കുറച്ചുകൂടി എന്താ പറയുക, റിപ്പിംഗ് ദ ജോ ആ പരിപാടിയൊക്കെ ഇല്ലേ, അങ്ങനെ കുറച്ചുകൂടി ഗോർ ഒരുപാട് കൊണ്ടുവന്നവർ. ജാപ്പനീസ് ആ അറ്റ്മോസ്ഫിയർ കണ്ടാൽ നമുക്ക് ആ അറ്റ്മോസ്ഫിയറിക് ആണ് ഭയങ്കര. അതായത് ആ ഡെത്ത് റാറ്റിലൊക്കെ ഉണ്ട്, ഒരു മ്യൂസിക് ഉണ്ടല്ലോ ഈ മറ്റേ, അത് വരുമ്പോൾ ഒരു കിലുക്കം ഉണ്ട്. അതൊക്കെയാണ്. എനിവേസ് ജാപ്പനീസ് ഹൊററിലെത്തി. ജാപ്പനീസ് ത്രില്ലേഴ്സിന്റെ ഒരു ബ്രോഡർ യൂണിവേഴ്സിൽ കണക്കാക്കിയാൽ മതി. എനിക്കത് ജുവോണിലാണെന്ന് തോന്നുന്നു. നമ്മള് ഒരു സീൻ ഉണ്ടല്ലോ, ലൈക്ക് ഒരു പ്രേതം ബാത്റൂമിനകത്തുനിന്ന് വരുന്നത്, സ്റ്റോളിൽ നിന്ന് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഹോളിവുഡും ജാപ്പനീസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ജാപ്പനീസിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. ആൻഡ് വരുമ്പം മുടിയാണ് ആദ്യം കാണുന്നത്. ആൻഡ് സെറ്റ് വെരി ഒരു വലിയ ഹൈറ്റിൽ നിന്നാണ്, 7 അടി ആകുന്നുണ്ട്. കംസ് ഔട്ട് വെരി സ്ലോ. ഐ തിങ്ക് ഹോളിവുഡിൽ ആ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഹോളിവുഡ് വേർഷനാണ് ആദ്യം കണ്ടത്. ബട്ട് ജാപ്പനീസ് വേർഷൻ പിന്നെ കണ്ടപ്പോ ഭയങ്കര വ്യത്യസ്തമാണ്. ഈ അൺനാച്ചുറൽ മൂവ്മെന്റ്സ്, ആ സ്ലോ ആയിട്ടുള്ള വരവ്, ആ ഈ ഒരു സിങ്കിലുള്ള മുടി ട്രെൻഡ് കൊണ്ടുവന്നവരാ. സ്റ്റിൽ സ്കെയർസ് മീ. ജുവോൺ മണ്ടേൻ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് ആളുകളെ പേടിപ്പിക്കുകയാണ്. വളരെ ചില്ലായിട്ട്. ഈ പറഞ്ഞോളൂ. അല്ലല്ലോ, ജുവോൺ ആദ്യം ഷോർട്ട് ഫിലിം ആയിട്ട് വന്നു, പിന്നെ അത് TV മൂവി ആയിട്ട് വന്നു, പിന്നെ അത് ഫീച്ചർ ഫിലിം ആയിട്ട് വന്നതാണ്. പിന്നീട് റീമേക്ക് ജപ്പാനിൽ തന്നെ ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്.
ഇത് war. അല്ല, ബാക്ക് ടു നമ്മുടെ ഹിഗാഷിനോ, നമ്മുടെ സാൽവേഷൻ ഓഫ് എ സെയിന്റ് ക്യാൻ റിയലി ബി ട്രീറ്റഡ് ആസ് എ ക്ലോസ്ഡ് റൂം മർഡർ മിസ്റ്ററി, റൈറ്റ്? അതെ, അതൊരു ഒരു വീട്ടിൽ ഒരാള് മരിക്കുകയാണ്, പോയിസൺഡ് ആയിട്ട്. അയാൾ മാത്രമേ ഉള്ളൂ ആ വീട്ടില്. ആൻഡ് ദർ ഇസ് ഓൺലി വൺ സസ്പെക്ട്. there is only one suspect, it's his wife. പക്ഷെ വൈഫ് is like hours away. അവർ ആ വീക്കെൻഡ് ആ വീട്ടിലില്ലാന്നോ, വീക്കെൻഡ് അങ്ങനെ വീക്കെൻഡ് ഒറ്റയാണ് അയാൾ മരിക്കുന്നത്. മോട്ടീവ് അവർക്ക് മാത്രമേ ഉള്ളൂ, ബട്ട് ഷീ ഈസ് മോട്ടീവ് അറിഞ്ഞൂടാ. പുള്ളിക്കാരത്തിയുടെ പ്രൈമറി വേറെ സസ്പെക്ട് ഇല്ല അവർക്ക്, ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ. ആൻഡ് അലോങ് ദ വേ വി ഓൾസോ നോ ഷീ ഡിഡ് ഇറ്റ്, ബട്ട് വി ഡോണ്ട് നോ ഹൗ, വൈ എന്നുള്ള 2 ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ആണ് അവസാനത്തെ ഫ്യൂ ചാപ്റ്റേഴ്സിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇറ്റ്സ്, എനിക്ക് ആക്ച്വലി ഡിവോഷണൽ സസ്പെക്ട്-എക്സിനെക്കാട്ടിലും ആക്ച്വലി സാൽവേഷൻ ഓഫ് സെയിന്റ് ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഡിവോഷണൽ സസ്പെക്ട്-എക്സില് ആ ക്യാരക്ടർ, ഹീസ് ക്വൈറ്റ് ബ്രില്യൻറ്റ്. യു എക്സ്പെക്ട് ഇറ്റ് ഔട്ട് ഓഫ് ഹിം ദറ്റ് ഹി വുഡ് ഹവ് ഡൺ സംതിങ്. നമ്മുടെ ദൃശ്യത്തിലെ മോഹൻലാൽ ഇസ് പോർട്രേഡ് ആസ് പുള്ളിക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളാണ്. ബുദ്ധി വെച്ചതാണ്. വേറെ പക്ഷെ ഹീസ് ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ കൂടി അങ്ങേരെ കോമൺ സെൻസ് ഉള്ള ഒരാളാണ്. കോമൺ സെൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ ഇതില് ഡിവോഷണൽ സസ്പെക്ട്-എക്സിൽ അയാള് ആക്ച്വലി ബ്രില്യൻറ്റ് ഒരു മാത്തമാറ്റീഷ്യൻ ആണ് അയാള്, അല്ലേ? അപ്പം നമുക്ക് ഇയാളുടെ അടുത്ത് നമുക്കത് എക്സ്പെക്ട് ചെയ്യാം, ഹിൽ ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി എന്നുള്ളത്. ഡിവോഷണൽ സസ്പെക്ട്-എക്സിൽ ഇതൊരു സാധാ ഹൗസ് വൈഫാണ്, പുള്ളിക്കാരത്തിയാണ് സസ്പെക്ട് ആവുന്നത്. ആൻഡ് ഇറ്റ്സ് അതെനിക്ക് തോന്നുന്നു ഇറ്റ് ഷുഡ് ബി എ മാനുസ്ക്രിപ്റ്റ് ഫോർ ഓൾ ഹസ്ബൻഡ്സ് ടു റീഡ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പണി പലവെള്ളത്ത് കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ പണി ചായ ഗ്ലാസ്സിലും കിട്ടും. ഞാനിവിടെ ഇല്ലാത്തതൊന്നും വിചാരിക്കണ്ട. ഇതിപ്പോൾ വായിച്ചിട്ടില്ലെങ്കിലും ഞാൻ മറ്റേ ജാനേജ എന്നൊരു പടമില്ലേ, അതാണ് ലാസ്റ്റ് കണ്ട ഇതിന്റെ അഡാപ്റ്റേഷൻ. കരീന കപൂർ, മറ്റേ അത് ഡിവോഷണൽ സസ്പെക്ട്-എക്സിന്റെ ജയദീപ് ഭാഗവത്, വിജയ് വർമ്മ. പിന്നെ അയാൾ ആരായിരുന്നു മറ്റേ കുര്യച്ചനായിട്ട് അഭിനയിച്ചില്ലേ മറ്റേ ഇക്കോയിലെ, അയാളുടെ പേര് മറന്നു. വിജയ് വർമ്മയായിരുന്നില്ലേ? വിജയ് വർമ്മ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിരുന്നു, പോലീസായിരുന്നു. അപ്പൊ ഉഗ്രൻ കാസ്റ്റ് ആയിരുന്നു സംഭവം. ഈ സാൽവേഷൻ ഓഫ് സെയിന്റിന്റെ അഡാപ്റ്റേഷൻസ് വല്ലതും ഉണ്ടോ? അറിയില്ല, അത് വരേണ്ടതാണ് ആക്ച്വലി. അതിന് നല്ലൊരു ഫീമെയിൽ ലീഡ് വേണം, അല്ലെങ്കിൽ അത് പാളിപ്പോ. ജിത്തു ജോസഫ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതിയിടുക പ്ലീസ്. ഡോണ്ട്. ഈ അനുഭവ് പറഞ്ഞതുപോലെ അന്ന് ഈ പുസ്തകത്തെ പറ്റി ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കംപ്ലീറ്റ് റിപ്പ് ഓഫ് ആണെന്ന്. എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫ് മുഴുവനായിട്ട് ഒരു പടവും റിപ്പ് ഓഫ് ചെയ്യുന്നില്ല. പുള്ളി കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് പണ്ട് പ്രിയദർശൻ ചെയ്തിരുന്നതാണല്ലോ, ഒരു കഥ എടുത്ത് അതിനെ മുഴുവൻ മലയാളിയാക്കി. അല്ല, ഞാൻ പറയുവാണെങ്കിൽ പ്രിയദർശൻ അതിനെ ഇങ്ങോട്ട് പറിച്ചു നട്ടു. പക്ഷെ ഈ രാജമൗലി പോലും റിപ്പ് ഓഫ് ചെയ്യുന്നുണ്ട്. രാജമൗലിയുടെ മറ്റേ സിനിമയിലെ ആക്ഷൻ സീൻസ് കണ്ടാൽ മതി, പലതും അവഞ്ചേഴ്സ് ആണ്. ഞാൻ ഈ ഇടയ്ക്കാണ് സെയ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു രാജമൗലിയുടെ. അതായത് പണ്ടൊരു അമേരിക്കൻ ഫുട്ബോൾ, ഒരു റഗ്ബി ടീമിൻ്റെ ഇതായിരുന്നു. 2 യൂണിവേഴ്സിറ്റി തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് റഗ്ബി ടീമിൻ്റെ കഥയായിരുന്നു. അതൊരു നല്ല പടമാണ്. എല്ലാ പടങ്ങളെല്ലാം എൻ്റർടൈനിങ് ആണല്ലോ. അപ്പോൾ ഇതിനകത്തൊരു സീനുണ്ട്, അത് ട്രോയുടെ റിപ്പ് ഓഫ് ആണ്. ട്രോയിൽ ഫസ്റ്റ് ഒരു ജയന്റിനെ ഫൈറ്റ് ചെയ്തിട്ട് അക്കിലീസിന്റെ അതേ സീൻ ഇതിൽ അതേപോലെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പുള്ളി കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെയും പറയാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർ ചുരണ്ടും, അതെടുത്ത് ഇതിനകത്തേക്ക്. ഈ അടുത്ത ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു സീരീസ് ഉണ്ട്, ഡേ 1, ഡേ 2, ഡേ 3 ഓഫ് എക്സ്പോസിങ് ക്വെന്റിൻ ടാരന്റിനോ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ മൂവീസിലെ ഫ്രെയിമിങ് ഫ്രെയിം ബൈ ഫ്രെയിം പുള്ളി പലയിടത്തുനിന്ന് അടിച്ചു മാറ്റുന്നത് കാണിച്ചിട്ട്. അല്ല, പുള്ളിയുടെ കേസ് പറഞ്ഞ പുള്ളി അതിനെ സ്വന്തമാക്കി മാറ്റുക ചെയ്തു. പുള്ളി പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്. കിൽബില്ലിലെ ഫൈറ്റ് സീനൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. ഞാൻ ഇൻസ്പയർഡ് ആണ്. പുള്ളിയുടെ പ്രൈമറി മോട്ടീവ് അതാണ്.
പുള്ളിക്ക് ആ ഫ്രെയിം ബൈ ഫ്രെയിം എക്സാക്ട് കോപ്പി വേണം. ഒമാജ് ആണ്, പുള്ളിയുടെ ഒമാജ് ഒമാജ് ആണത്. ഇപ്പൊ ഈ ആളവന്താൻ സിനിമയിലെ ഈ ഒരു അനിമേഷൻ സീക്വൻസ് ഉണ്ട്. ഉം. ആളവന്താൻ അല്ലെങ്കിൽ മുങ്ങിപ്പോയനെ, ആരും ഓർമ്മയില്ലാത്തൊരു സിനിമയായി പോയനെ, കാരണം അത്രയ്ക്ക് വലിയൊരു ഫ്ലോപ്പായിരുന്നു അത്. അത് ടാരന്റീനോ കിൽബിൽ 2 ന് യൂസ് ചെയ്തിട്ടുണ്ട്. കിൽബിൽ 1 2 ആ അനിമേഷൻ സീക്വൻസ് ഉണ്ടല്ലോ, വണ്ണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഓ. അത് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ സാധനം കോളേജിലായിരുന്നപ്പോ ഉള്ളതാണ്. വലിയ അക്ഷരത്തിൽ ചിത്രഭൂമിയിലൊക്കെ ഇത് വന്നു, കമലഹാസൻ പൂർണ്ണ നഗ്നനായി അഭിനയിക്കുന്ന ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈവൻ പ്രിയദർശന്റെ കാര്യം നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ അപ്പോഴും ഇത് കോപ്പിയടി ആണെങ്കിലും ഹി ഡിഡ് ഇറ്റ് വെൽ, അത് നന്നായിട്ട് സത്യം. കോപ്പിയടി കാരണം നല്ല രീതിയിലേക്ക് മാറ്റി. നല്ല വ്യത്യാസമുണ്ട് നമുക്ക് കാണുമ്പോഴൊക്കെ. ടോട്ടലി ഡിഫറെന്റ് മൂവീസ് ആണ് പ്രിയദർശൻ കോപ്പി അടിച്ചാലും. അത് പുള്ളി കോപ്പി അടിക്കുന്ന ഈ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള പടങ്ങളായിരിക്കും. സ്റ്റേക്ക് ഔട്ട്, ഷോർട്ട് ടൈം, TV മൂവീസ് ചിലതൊക്കെ. ഫിഷ് ഫിഷ് കോൾ One വാണ്ട. flew- ഫിഷ് കോൾ One flew over a cuckoo's nest. വൺ ഫ്ലൂ ഓവർ ക്ലാസിക് ഫിലിംസും താളവട്ടം അതേതാ? ഒബ്സ്ക്യൂർ ഉണ്ട്. താളവട്ടം അത് താളവട്ടം. താളവട്ടം ഓക്കെ ഓക്കെ. ഫ്രഞ്ച് കിസ്, മറ്റേ ഇത് വെട്ടം. 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 ഓ, അതൊക്കെ തിയേറ്ററിൽ പോയിരുന്നു കണ്ട സിനിമയായിരുന്നു. എനിക്ക് ഇറങ്ങി പോകാൻ തോന്നി ഇവിടെ. തീപ്പെട്ടിക്കൊള്ളി. അതല്ല പറഞ്ഞത്, ഓരോ സെഗ്മെന്റ് ഓരോന്നായിരിക്കും. അതിന്റെ ഓരോ സെഗ്മെന്റും പല ബേസ് ആയിരിക്കും, പലതായിരിക്കും. പക്ഷെ പ്രിയദർശന്റെ പക്ഷെ ആദ്യം പുള്ളിയുടെ ഒരു മലയാളിത്തം ഉണ്ടായിരുന്നു. അതെ, പിന്നെ പിന്നെ പുള്ളി അത് മുഴുവൻ ലൂസായി. കംപ്ലീറ്റ് ബോർഡർ ബിക്കോസ് ഹി ഗ്രാമങ്ങളും. വാണ്ടഡ് ടു ഡു ദിസ്, അപ്പുറത്തും ചെയ്യണമല്ലോ. അപ്പൊ ഇതിങ്ങനെ ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോയ വർക്ക്സ് ബിക്കംസ് ഈസിയർ ടു അഡാപ്റ്റ് ഇൻ ടു ഹിന്ദി എന്നുള്ള ലെവലിലേക്ക് ആയി കാര്യങ്ങൾ. വിൽ ഗെറ്റ് അറിയില്ല. അറ്റൻഷൻ ഓഫ് അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ താളവട്ടമൊക്കെ സമ്മതിക്കും. അതിന്റെ ഹിന്ദി ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റിന്റെ എക്സാക്ട് കോപ്പിയാണ്. മലയാളം സ്ക്രിപ്റ്റിന്റെ ആ സെയിം ഡയലോഗ്സ് കരീന കപൂർ തന്നെയായിരുന്നല്ലേ ട്രാൻസ്ലേറ്റ് അതില്? ചെയ്തു. കരീന കപൂർ പ്ലേഡ് കാർത്തികാസ് റോൾ എന്നാണ് എന്റെ ഓർമ്മ. അതെ, അതെ. ആരാ മോഹൻലാലിന്റെ റോൾ ആരാ ചെയ്തത്? സൽമാൻ ഖാൻ അല്ലേ? ആണ്. ഓ, അല്ല, എനിക്ക് അത്ര ഓർമ്മയില്ല. അത്ര ഫൊഗറ്റബിൾ ആയി കാണണം. കാരണം താളവട്ടം കണ്ടിട്ട് എനിക്ക് അതൊന്നും പിന്നെ കാണാൻ പോയി പോയിട്ടില്ല. കാണിക്കാൻ വയ്യ. അതെ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. വേണ്ടാത്തോണ്ടാ. എവിടെ ചെറിയൊരു സീൻ കണ്ടപ്പം നമ്മുടെ ഓംപുരി പറയുന്നുണ്ട്, നിങ്ങൾ വയറൊക്കെ നെടുപടി വേണുവിന്റെ ക്യാരക്ടറിനോട് പറയും, നിങ്ങൾ വയറൊക്കെ റെഡിയാക്കി വെച്ചോ, ഒരു സദ്യ വരുന്നുണ്ടെന്ന്. അതാ മലയാളത്തിലുള്ള സെയിം ഡയലോഗ് ഹിന്ദിയിൽ ഡിക്റ്റോ ട്രാൻസ്ലേഷൻ. അത് ഒരു അലന്ന ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. അത്ര അത് നല്ല ട്രാൻസ്ലേഷൻ, ഒരു പ്രോപ്പർ ഹിന്ദി ഒന്നുമില്ല, ഒരു അലന്ന ഹിന്ദിയാണ്. അത് ഈ എക്സാക്ട് ട്രാൻസ്ലേഷൻ അതിന്റെ കുഴപ്പമാണ്. പുള്ളിക്ക് ചിലപ്പോ ഹിന്ദി അത്ര വശം ഉണ്ടാവില്ലല്ലോ. എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടതായിരുന്നു ഡോലി സജാക്കി റഖ്ന. അതെനിക്ക് ഗോഡ് ഫാദറിന്റെ ആയിരുന്നല്ലോ അത് അല്ല, അഡാപ്റ്റേഷൻ. ഡോലി സജാക്ക് രഖ്ന ഗോഡ് ഫാദർ അല്ല, അത് അനിയത്തിപ്രാവാണ് ഹൽച്ചലാണ്. ഡോലി സജാക്ക് രഖ്ന. ഹൽച്ചൽ ഹൽച്ചലാണ്. ഹൽച്ചൽ അതെനിക്ക് ഹൽച്ചൽ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നു. ഹൽച്ചൽ ഹംഗാമ വാസ് ഓൾസോ വാച്ചബിൾ. പൂച്ചയ്ക്ക് മുപ്പത്തി ഹംഗാമ. ഹംഗാമ പൂച്ചക്ക് ആ കൺഫ്യൂഷനാണ് എല്ലാം പ്രശ്നം. അവസാനമായിട്ടൊരു തൂത്തുവാരി അടി. ഒരു കൂട്ടയോട്ടം ഉണ്ടല്ലോ. കേട്ടോ. തല്ലും. നമ്മൾ എവിടെയൊക്കെയോ പോയി ഒരു പാവ മനുഷ്യന് ട്രിബ്യൂട്ട് കൊടുത്തോണ്ടിരുന്നാണ്. ബാക്ക് ടു കീഗോ ഹിഗാഷിനോ. അദ്ദേഹത്തിന് ഈ ത്രില്ലർ മാത്രമല്ല എഴുതാൻ അറിയാവുന്നത്. നമ്മുടെ എന്താണ് ടെയിൽസ് ഫ്രം എ കോഫി ഷോപ്പ് എന്നുള്ള ഒരു ബുക്ക് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാമിയ ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. വി മെൻഷൻ ദിസ് ബിഫോർ ഇസ് വെൽ. അതൊരു വളരെ സോഫ്റ്റ്, നമ്മൾ ഈ ഗലീലോ ഒക്കെ വായിച്ച് നമ്മളിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വായിക്കാൻ പറ്റിയൊരു ബുക്കാണ് ഈ നാമിയ ജനറൽ സ്റ്റോർ. 3 പിള്ളേർ കക്കാൻ എന്തോ കയറുന്നതാണ് സ്റ്റോറിൻ്റെ അകത്ത്. അവരതിൻ്റെ അകത്ത് പെട്ടുപോവോ അങ്ങനെ എന്തോ. ആൻഡ് ദേ സ്റ്റാർട്ട് ഗെറ്റിംഗ് ലെറ്റേഴ്സ് ത്രൂ ദ സ്റ്റോറിൻ്റെ ലെറ്റർ ബോക്സ്, ആൻഡ് ദീസ് ആർ ലെറ്റേഴ്സ് ഫ്രം ദ പാസ്റ്റ്. ആൻഡ് ഇതൊരു ഇൻ്റർ കണക്റ്റഡ് സ്റ്റോറിയാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആന്തോളജി സിനിമയൊക്കെമാർ 2 ടൈം ലൈനിൽ നടക്കുന്നതും 3 ആൾക്കാരുടെ കഥയായിട്ട് ഒരു കുറച്ച് റൊമാൻസും കുറച്ച് പോസിറ്റിവിറ്റിയും ഒരു ഫീൽ ഗുഡ് പുസ്തകമാണ്. ആൻഡ് ഞാനത് വായിച്ചപ്പം അത് ഇങ്ങേര് തന്നെയാണോ മറ്റേതും ഇതുമൊക്കെ എഴുതിയെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലൊരു പുസ്തകമാണത്. ആൻഡ് ഹൈലി റെക്കമെൻഡഡ് ആണ് കേട്ടോ അത്. ഞാനങ്ങനെ ഭയങ്കര ഒരു കോസിക്കോ ഫാൻ അല്ല. എനിക്ക് അങ്ങനെ ഒരുപാട് പോസിറ്റിവിറ്റി ലൈഫിൽ വേണം തൽക്കാലം വേണ്ട. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ
ഇഫ് യു ലൈക്ക് ഇവരുടെ ഹിഗാഷിനോന്റെ ബുക്സ് ഇഷ്ടമാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബുക്കാണ് നാമിയ ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞത്. കീനു റീവ്സിന്റെ ഒരു പടമല്ലേ, അതായത് ഒരു ലെറ്റർ ബോക്സ് ഇതുപോലെ സെൻട്ര ബുള്ളോ കീനു റീവ്സ് ആണെന്ന് തോന്നുന്നു, ലേക്ക് ഹൗസോ, നമ്മളൊരു അത് കത്ത് പക്ഷെ അയക്കും രണ്ടുപേരെ ബോക്സ് അക്രോസ് ദ ടൈം പ്രേമിക്കുന്നതിനെ കുറിച്ചാണല്ലോ. ഇത് ഇത് എഴുതുന്ന ആള് ആ ടൈം ലൈനിലുള്ള ആൾക്ക് തന്നെ അയക്കണത്, പക്ഷെ കിട്ടുന്നത് ഫ്യൂച്ചറിലുള്ള കുറച്ച് പിള്ളേർക്കാണ് കിട്ടണതെന്ന് മാത്രം. അത് ഞാൻ മറ്റവർക്ക് കിട്ടി വായിച്ചു നോക്കണം. ഈഗോയുടെ കുറെ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലല്ലേ ഇംഗ്ലീഷിലേക്ക്? ഇല്ല, സ്റ്റിൽ പെൻഡിങ് ട്രാൻസ്ലേഷൻ. സോ ആസ് നോൺ ജാപ്പനീസ് റീഡേഴ്സ് വി സ്റ്റിൽ ഹാവ് എ ലോട്ട് മോർ ഓഫ് കീകോ ഹിഗാഷിനോ ടു റീഡ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമുള്ള കാര്യമാണ്, ജാപ്പനീസ് വായിക്കാൻ അറിയാത്തത് കൊണ്ട്. എനിക്ക് ജാപ്പനീസ് ത്രില്ലേഴ്സിനോടുള്ള ഒരു വിഷമം അതാണ്, ട്രാൻസ്ലേഷൻസ് ടേക്ക് ലോങ്കർ. നമ്മളിപ്പം മറ്റേ ഡെക്കഗൺ ഹൗസ് മർഡേഴ്സ് ആ സീരീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 10-12 ബുക്ക് വന്നു കഴിഞ്ഞു. ചിലപ്പോൾ അതിശയോക്തിയായിരിക്കും, ഇത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഫസ്റ്റ് ഡെക്കഗൺ ഹൗസ് വന്നിട്ട് മറ്റേ ഫ്ലോർ മില്ലോ അങ്ങനെ എന്തോ ഒരു സെക്കൻഡ് ബുക്ക് ഉണ്ടായിരുന്നു, അത് വരാനായിട്ട് ഒരുപാട് കാലം എടുത്തു. അപ്പം ഈ സീരീസൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് വരാൻ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. എനിവേ ഐ തിങ്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് ചെയ്യാവുന്നതാണ്, റൈറ്റേഴ്സ് ബ്രേക്കിംഗ് ക്യാരക്ടർ. ഒരു പ്രത്യേകതരം കഥകൾ എഴുതുന്ന റൈറ്റേഴ്സ് അത് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് വേറൊരു തരം കഥ എഴുതുന്നു. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. മലയാളത്തിൽ വളരെ കോമൺ ആണല്ലോ ഇപ്പം. വാട്ട് ഡു യു മീൻ? രജത്താറ് ഇത്രയും കാലം ഫോറൻസിക് വിഷു മിസ്റ്ററി വിഷു എഴുതിയിട്ട് വിഷു എഴുതുന്നത് എന്താണ് ഉള്ളിൽ പുള്ളിയുടെ പ്രണയമുള്ളവർ എഴുതിക്കോട്ടെ. എന്തിനാണ് കാക്കിക്കുള്ളിലെ നമ്മൾ കലാഹൃദയം പോലെ. എന്തിനാണ് നമ്മള് ഒരെണ്ണം വരാനിരിക്കുന്നു, അപ്പൊ അതിനുവേണ്ടി അതെ, ആർക്കോ എന്തോ കൊണ്ടു. ഇത് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്. അല്ല, ഇവിടെ ലിറ്റററി ഫിക്ഷൻ എഴുതുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ, കാരണം അവിടെ ജോണറും ഒന്നും ഇല്ലല്ലോ. ഇത് ഏത് ജോണറിലും എഴുതും. സന്തോഷ് കുമാറിന്റെ മറ്റേ തപോമയുടെ അച്ഛനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഈ മറ്റേ കോഡ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്, പക്ഷെ അതിൻ്റെ സൈഡിൽ കൂടെ ഇത് ഒരു അഭയാർത്ഥി ട്രാക്ക് പോകുന്നുണ്ട്, അവരുടെ ഒരു കഥകളും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ലിറ്റററി ഫിക്ഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോപ്പുലർ ഫിക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാവരും പലതും മാറി മാറി പയറ്റുന്നുണ്ട്. ഇവിടെ ട്രെൻഡ് അനുസരിച്ചിട്ടല്ലേ ഇവിടെ പയറ്റുന്നത്, അത് ചെയ്താൻ പറ്റുള്ളൂ. പിന്നെ ചിലർക്ക് തോന്നും ആത്മാർത്ഥമായിട്ടോ എനിക്കിത് മാറ്റി പിടിച്ചാലോ, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. നമുക്ക് ചെയ്യാം ഈ ടോപ്പിക്. You look at an Agatha Christie book, അതിൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ മർഡർ മിസ്റ്ററി. അതിൽ പലപ്പോഴും ഇതൊരു റീഡിങ് ഇൻ ടു ഹ്യൂമൻ സൈക്കിങ് കൂടെ ഉള്ള ബുക്സ് ഉണ്ട്. ഇപ്പം മൗസ് ട്രാപ്പ് എടുക്കുകയാണെങ്കിൽ അത് ചൈൽഡ്ഹുഡ് ട്രോമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പല തീംസും അതിൻ്റെ ഇടയിൽ കൂടെ അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓവറാർച്ചിങ് ആയിട്ട് അവരൊക്കെ ത്രില്ലർ റൈറ്റേഴ്സ് എന്നുള്ള ബോക്സിൽ തന്നെ ചെന്ന് പെടും. നമ്മൾ ജാപ്പനീസ് എനിവേസ് ത്രില്ലേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോജി ഷിമാദയെ കുറിച്ച് പറയാം. ലോക്ക് റൂം മിസ്റ്ററീസ്, അതെന്താ ബുക്ക് പേരിപ്പം മറന്നുപോയി. സോഡിയാക് മർഡർ. ടോക്കിയോ സോഡിയാക് മർഡേഴ്സ്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടിയത്, എനിക്ക് കൂടുതൽ ജാപ്പനീസ് ത്രില്ലേഴ്സ് വായിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. ബിക്കോസ് ആ ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട്സ് ഔട്ട് വെരി സ്ട്രേഞ്ച്. ഒരു ദേവതയെ കുറിച്ചുള്ള വർണ്ണനയാണ്. ഇറ്റ്സ് നോട്ട് എ കൺവെൻഷണൽ ദേവത. അത് നോവല് വായിക്കുമ്പോൾ അറിയാം, ബോഡി പാർട്സ്. ബോഡി പാർട്സിന്റെ അത് ബോഡി പാർട്സ് ഒക്കെ ചേർത്തൊരു പുതിയ ദേവതയെ ഉണ്ടാക്കിയെടുക്കുക. ഇറ്റ്സ് എ വെരി നാരോ കൾട്ട്, മോർബിഡ്. ഭയങ്കര മോർബിഡ് ആണ്. സോ അത് തോന്നി കഴിഞ്ഞിട്ട് ഇറ്റ്സ് എ ലോക്ക് റൂം മിസ്റ്ററി ആൻഡ് ഇറ്റ് takes place after maybe a few years. അതിനുശേഷം രണ്ട് ഡിറ്റക്റ്റീവ്സ് സംസാരിക്കുന്നതാണ് ഈ കേസിനെ കുറിച്ച്. എന്നിട്ട് അവര് അക്രോസ് ഫ്രം ദ ടൈം ആൻഡ് സ്പേസ് ദേ ആർ ട്രൈങ് ടു സോൾവ് ഇറ്റ്. ഇറ്റ്സ് വെരി നൈസ് ബിക്കോസ് കുറച്ച് അന്നത്തെ അതേ സെയിം സെറ്റ് ഓഫ് എവിഡൻസ് വെച്ചിട്ട് പിന്നെ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു കൺഫെഷൻ ഉണ്ട്. അത് വെച്ചിട്ട് അവരത് they solved that mystery. It's amazing.
നമുക്കും ലോങ് ടേം മിസ്റ്ററി ആയതുകൊണ്ട് നമുക്കും അത് സോൾവ് ചെയ്യാനുള്ള ക്ലൂസ് എല്ലാം തരും. വെരി ഇമ്പോർട്ടന്റ് ക്ലൂ, ഒരു കള്ളനോട്ട് ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ, കള്ളനോട്ടല്ല, ഒരു ഫ്രോഡലന്റ്ലി ഇറ്റ്സ് എ ഇല്ലീഗൽ നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്കാം ആണ്. ആ നോട്ട് അവരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്, നോട്ട് എന്ന് പറയുമ്പോൾ കറൻസി നോട്ടാണ്, കറൻസി നോട്ട് അവരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് സഡൻലി ക്ലിക്സ് ഇൻ ടു പ്ലേസ്. അപ്പൊ അതിന്റെ സ്പോയിലേഴ്സ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബട്ട് ദാറ്റ് ക്ലൈമാക്സ് ബ്ലൂ മൈ മൈൻഡ്. I don't know what thing in their culture makes them, think of all these vengeful ghosts. It contains people who go to any extent. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. ശരിക്കും ഇതേപോലെ വേർഡ് ലിറ്ററേച്ചർ നമ്മളിങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പോസ്ഡ് ആകേണ്ടതാണ്. ചിലതൊക്കെ ഇങ്ങനെ ഇതേപോലത്തെ കൾച്ചേഴ്സുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ നമ്മുടെ ലൈഫിൽ ഹ്യൂമൻസിന് ഡീഫോൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഡീഫോൾട്ട് അല്ലെന്ന് അപ്പോഴാണ് മനസ്സിലാവും. ഫോർ ഇൻസ്റ്റൻസ് ലാംഗ്വേജ്, അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ അവരുടെ എഴുത്ത് കാണുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു അക്ഷരം എന്ന് വെച്ചാൽ ഒരു സൗണ്ടാണ് റെപ്രസെന്റ്, അവിടെ ഒരു അക്ഷരം ഒരു ഐഡിയ. That means they have to learn so many letters, they have to imbibe the meaning of each of those letters. And പിക്ടോഗ്രാംസ്. pictograms ആണ്, ideographs ആണ്. ഇത് ഇവിടെ ഒരു പേര് എഴുതുന്നതിലും ഒക്കെ ഇതുണ്ട്, രണ്ട് രീതിയിലൊക്കെ വായിക്കാൻ പറ്റുന്ന പേരുകളുള്ള, ഉണ്ട് അവർക്ക് അല്ലേ? എനിക്ക് സൗണ്ട്സ്. അതിന്റെ കോൺസെപ്റ്റ് ശരിക്കും അറിഞ്ഞൂടാ. അപ്പൊ അവര് ചിലതിലൊക്കെ പറയും, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ, പക്ഷെ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ എന്റെ പേര് ഇതാണ്. അപ്പം മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് നമുക്ക് അറിയാത്തത് കൊണ്ട് ഡിഫറൻസ്. ശരിയാണത്. അതുപോലെ നമ്മൾ ഒപ്പിടുമല്ലോ, ഇവര് ഒപ്പിടുന്നതിന്റെ കൂടെ അവരുടെ ഒരു പേഴ്സണൽ സീലും കൊണ്ട് നടക്കും എല്ലായിടത്തും. പണ്ടിലെ രാജാക്കന്മാർ അവരുടെ മോതിരം വെച്ച് സീൽ ചെയ്യുമല്ലോ, അതേപോലത്തെ ഒരു സീലും കൊണ്ട് നടക്കും. പക്ഷെ ആ സീലിന് വാല്യൂ ഉണ്ട് ആക്ച്വലി. നമ്മൾ ഒപ്പിടുന്നതിന് തുല്യമാണ്. കാരണം ഈ സീൽ ലീഗൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മുടെ സ്വത്ത് വരെ അടിച്ചു മാറ്റാം. അത് ലീഗൽ ഇതാണ് ശരിക്കും. അത് ഭയങ്കര സ്കേറി കാര്യമാണ്. ഞാൻ എന്റെയൊക്കെയാണെങ്കിൽ സ്റ്റാമ്പൊക്കെ എവിടെയെങ്കിലും ഇട്ട് ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും, എപ്പോഴേ അത് കാണാണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഈ എക്സ്പോസ്ഡ് ആകുമ്പോഴേ ഈ അറിയുന്നത്. സോറി. ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വേറൊരു കാര്യം, ഈ ബുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ നിൽക്കും, എന്നിട്ട് നമ്മളോട് പറയും ഇത് വച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം ഇത്. കാരണം ഈ പേജ് മറച്ചാൽ ഇതിന്റെ സൊല്യൂഷനാണ്. ഇത്രയും ക്ലൂസേ ഇവർ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ശ്രമം നടത്താം ഇത് തന്നെത്താനെ സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ വായിക്കാം. അത് ദിസ് ഈസ് എൻ ഇന്ററാക്റ്റീവ് ബുക്ക്. ദിസ് ഡസൻറ്റ് ജസ്റ്റ് വെറുതെ വായിച്ചു വിടാനല്ല. വേണമെങ്കിൽ നമുക്കും ഡിറ്റക്റ്റീവായിട്ട് ഈ കഥ മുഴുവൻ ഒന്നും കൂടെ വായിച്ചു ഒന്നേന്ന് പറഞ്ഞ് ക്ലൂസ് ചെയ്ത് നമുക്കിത് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ സോൾവ് ചെയ്തിട്ടില്ല, ഞാൻ പോയി സൊല്യൂഷൻ വായിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനത്തെ ചില ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജാപ്പനീസ് ഓത്തേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ സോജി ഷിമദെ ബേസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ വേറൊരു ഓഥർ ഉണ്ടാക്കിയിട്ടുണ്ട്, യുക്കിറ്റോ അയാത്സുജി തൊട്ട്. അഗെയിൻ സെയിം കോൺസെപ്റ്റ്, ക്ലോസ്ഡ് റൂം മിസ്റ്ററി. എപ്പോഴും ദർ ആർ ബിൽഡിംഗ്, സ്ട്രേഞ്ച് ബിൽഡിങ്സ്, ഒരു പെർട്ടിക്കുലർ ആർക്കിടെക്റ്റ് ബിൽഡ് ചെയ്ത വീടുകളാണ്. അപ്പോൾ അതാണ് ഒന്നാണ് ഡെക്കഗൻ ഹൗസ് മേർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് വീട് ഒരു ഡെക്കഗൻ ഷേപ്പിലാണ് വീട്, എന്നിട്ട് അതിൻ്റെ മുറികളൊക്കെ ഡെക്കഗൻ ഷേപ്പായിരുന്നു. അങ്ങനെ ആ 4 കോർണേഴ്സിൽ മുറി ഉണ്ടെന്നു, അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് 10 പേര് പോകുന്നു, അതിലെല്ലാവരും മരിക്കുന്നു. ഇവൻച്വലി അത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച്. അതിൽ ഡിറ്റക്റ്റീവിൻ്റെ പേര് ഡിറ്റക്റ്റീവ് ഷിമാദ എന്നാണ്. അത് ഇറ്റ്സ് നോട്ട് സോജി ഷിമാദ. സോ ജാപ്പനീസ് ത്രില്ലേഴ്സ് ആർ ഇവിടെ ആണ്. അത് നമുക്ക് കമ്പയറബിളേ അല്ല നമ്മുടെ ത്രില്ലേഴ്സ് എന്ന് വെച്ചിട്ട്. അതോ ഐ ഡോണ്ട് നോ, ഒരുപക്ഷെ നല്ല ബുക്സ് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അവരുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ വായിക്കാത്തത് കൊണ്ടും ആവാം കേട്ടോ. പാഠപുസ്തകങ്ങൾ വേറെ ഇറങ്ങുന്നുണ്ടാവും, നമ്മൾ കാണാത്തോണ്ടായിരിക്കും. So we can't really say that all Japanese thrillers are great, but at least വന്നേക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ആർ അമേസിങ്. അതെ, നമ്മൾ ഈ ബാക്കി ഇന്ത്യൻ സിനിമ ഫോറത്തിലൊക്കെ ഓരോ ആൾക്കാർ പ്രൈസ് ചെയ്യും, മലയാളം സിനിമ സൂപ്പറാണ്, അടിപൊളിയാണ്, എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ. അവരറിയുന്നില്ലല്ലോ ഇതുപോലെ കുറെ പടങ്ങൾ വന്ന് പൊട്ടി
വന്ന് അപ്പോഴേ അങ്ങ് ശത്രു വന്ന പടങ്ങളെ കുറിച്ചൊന്നും അവർ അറിയുന്നില്ല. വേസ്റ്റ് ഫിലിംസിനെ കുറിച്ചൊന്നും അറിയുന്നില്ല, ധ്യാൻകുട്ടന്റെ പടങ്ങളൊന്നും കാണുന്നില്ല ആളുകൾ. കാണുന്നില്ല. ഞാൻ ഈ വീക്കെൻഡ് ഒന്ന് കണ്ടു. ഏതാ? കലിംഗ, സീക്രട്സ് ഓഫ് സീക്രട്ട് കലിംഗ. ഓഫ് കലിംഗ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഈ കൂടെയാണെന്നാ കേട്ടെ. ആളവന്നാന്ന് പറഞ്ഞപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്. അതിൽ ഫുൾ AI ആണ്. ധ്യാനെ വരെ AI ആക്കി യങ് ആക്കിയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ധ്യാൻ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വേറെ അതിന്റെ ഡയറക്ടറാണ് അതിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ മോളിവുഡ് ടൈംസ് കണ്ടിട്ടുണ്ടോ? ഉം, ഉം. ആ മോളിവുഡ് ടൈംസിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നത് എന്നുള്ളത്. ആ അതായത് മറ്റെന്താ ബഷീർ ഗ്രൂപ്പ് അതുപോലുള്ള പരിപാടികളാണ് ഇതൊക്കെ. ഇതെന്തായാലും അറിയാം ടാക്സിൽ അവർക്ക് ഒന്നും ലഭിക്കാൻ. കിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അവര് അഭിനയിപ്പിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്കിപ്പോൾ ആരോ പറയണ്ടായിരുന്നു, ധ്യാൻ്റെ സിനിമകൾ നമ്മളിപ്പോൾ ഒരാഴ്ച ഒരു ധ്യാൻ്റെ സിനിമ വെച്ച് കാണുവാണെങ്കിൽ നമുക്ക് ഇത്രയും നാൾ പിടിക്കും പുള്ളിയുടെ എല്ലാ ഫിലിമോഗ്രഫി കണ്ടു തീർക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുള്ളിയുടെ പല കാരണം സിനിമകൾ ആഴ്ചക്ക് ഇറങ്ങിയിട്ടിരിക്കുക. ഓടി നടന്ന സിനിമ ചെയ്യാൻ പുള്ളി. പക്ഷെ എനിക്ക് ആക്ച്വലി സീക്രട്സ് ഓഫ് കലിംഗ ഇറ്റ്സ് നോട്ട് തിയേറ്റർ വാച്ച് ഒന്നുമല്ല, പക്ഷെ നമുക്ക് കണ്ടിരിക്കാം. അതിലും പാട്ട സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടിരിക്കാം എന്നുള്ളത് ഉണ്ട്. ലൈക്ക് ധ്യാന ചില ഇഷ്ടമായതുകൊണ്ടായിരിക്കും. സിനിമകളൊക്കെ ആയിരിക്കും കേട്ടോ ആ ചിലപ്പോ. എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ്. പുള്ളിയുടെ ചില കോമഡി ടൈമിംഗ് ഒക്കെ ആക്ച്വലി ഈസ് ഗുഡ് ആക്ടർ. ധ്യാൻ ആക്ടർ മോശമൊന്നും ആർക്കും പറയാനില്ലേ. ആകെ പുള്ളി ചോയ്സ് കൊണ്ടുവച്ച് മാത്രം. തലവെക്കുന്ന പടങ്ങൾ. പക്ഷെ ഈസ് വെരി ഇവിടെ പ്രൗഡ് ഓഫ് ഇറ്റ്. പുള്ളിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ആ ഡിറ്റക്റ്റീവ് ഉജ്ജ്വല സിനിമയിൽ പുള്ളിയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ അപ്പുറത്ത് പടക്കം പൊട്ടുന്ന സൗണ്ട് ഒക്കെ വെച്ചാൽ പുള്ളി പുള്ളിക്കൊന്നും പ്രശ്നമേ ഇല്ല. അൺഅപ്പോളജറ്റിക് ആണ് ആള്. ഭയങ്കര അതെ എവിടെ പോയി എന്തും പറയും. പുള്ളി ശ്രീനിവാസന്റെ അതേ പേടിക്കണം ആക്ച്വലി. എനിവേസ് നമുക്ക് ടോപ്പിക് വൈൻഡപ്പ് ചെയ്താലോ? ഇപ്പോൾ കുറെ ഗ്യാസ് അടിച്ച് ഡെഫിനറ്റ്ലി നല്ല എന്താ പറയണേ, ഒരു ജാപ്പനീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സിലെ ഡെഫിനറ്റ്ലി എന്നെന്നും ഓർത്തിരിക്കുന്ന ഒരു പേരായിരിക്കും കിഗോ ഹിഗാഷിനോട്. ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. സന്ദീപ്, ലേഖ, അനൂപ് ആൻഡ് കൃഷ്ണകുമാർ.